ഏയ് മച്ചാ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുഞ്ചുവിന് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നേ. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഡ്രൈവിംഗ് സാർ വന്നായിരുന്നു. അങ്ങനെ കുഞ്ചു എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാനും വണ്ടിയൊക്കെ ഓണാക്കി നേരെ പമ്പിലേക്ക് പോയായിരുന്നു. അവിടെ നിന്ന് വണ്ടിയിൽ ഇന്ധനമൊക്കെ അടിച്ച് അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ മുടി വെട്ടാന്ന് വിചാരിച്ചു. ഞാൻ സ്ഥിരം വെട്ടുന്ന ഈ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. പക്ഷേ ഷോപ്പ് തുറന്നിട്ടില്ല. കാരണം ഒരു 9 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. പിന്നെ ചായത്തോട്ട് പോയി നോക്കി. അവിടെ ഒരു 1-2 കട നോക്കി. ഒരു മിസ്റ്റർ കട്ട് അവിടെയും തുറന്നിട്ടില്ല. പിന്നെ വേറൊരു റോയൽസ്, പക്ഷെ അവിടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ കുഞ്ചുവിനെ വിളിക്കാൻ വേണ്ടി പോയി. കുഞ്ചു എൻ്റെ വീഡിയോ എടുക്കുന്നു. പിന്നെ കുഞ്ചു മുസാവരി വന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ. ആ സമയത്ത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ഉരട്ടി ചിക്കൻ കറി. അത് കഴിഞ്ഞ് ഞാൻ ഓട്ടോ കയറി ഒന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ആ സമയത്ത് ട്രെൻഡ്സ് ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പോയി വിളിച്ചു, ചേട്ടാ വാന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 3 സീറ്റും ഫുള്ളായിരുന്നു. ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്ത് വെട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഓട്ടോ വിളിച്ച് വീണ്ടും മുസാവരിയിലേക്ക് വന്നേ. 11:30 ആയപ്പോഴാണ് എത്തിയത്. ആ സമയത്താണ് ആദ്യം ഉറക്കം എണീച്ച് എനിക്ക് ആയൊക്കെ തരുന്നത്. അത് കഴിഞ്ഞപ്പോൾ സാധനത്തെ പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നേ. അങ്ങനെ അതും കുടിച്ചിട്ടപ്പോൾ നമ്മുടെ ആദിലും ഹംദയും വന്നു. ഏതാ പരീക്ഷ പഠിച്ചാ ഫുള്ള് കേട്ടോ? ഓൾ ദ ബെസ്റ്റ്. വന്നിട്ട് കാണാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴും നമ്മുടെ കലങ്ങിലുള്ള RC ബൈക്ക് കുറച്ച് ദിവസമായി എടുക്കാതിരുന്നുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. ബാറ്ററിക്ക് ഊറ്റി നമ്മൾ ചാർജ് ചെയ്ത് നോക്കിയാണ്, പക്ഷേ തിരിച്ച് വെച്ചിട്ടും സ്റ്റാർട്ടായില്ലായിരുന്നു. അങ്ങനെ ഒരു ഗുഡ്സ് ഓട്ടോ വിളിച്ച് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. ഈ കാണുന്ന കിച്ചി ചേട്ടനാണ്, മൂത്തുക്കാട് കൂട്ടുകാരനാണ്. അങ്ങനെ നമ്മുടെ ബൈക്ക് ഗുഡ്സ് ഓട്ടോയിലേക്ക് അവർ കഷ്ടപ്പെട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പെരയത്തുപാറയുള്ള അൺനോൺ ഫാക്ടറി എന്ന് പറയുന്ന വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുപോയി ബൈക്കിന്റെ എല്ലാ വർക്കും ചെയ്യാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞു പുതുതായിട്ട് വെച്ച ഷവറിന്റെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഷവറാണ് നമ്മൾ പുതുതായിട്ട് വെച്ചത്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ആ സമയത്ത് മേലക്കൊണ്ടത്ത് AC നോക്കാൻ ആൾ വന്നിട്ടുണ്ട്. നമ്മളിൽ ഇരുന്ന AC എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ AC വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ചുവിന്റെ ഒരു ഫ്രണ്ടാണ് വന്നിട്ടുള്ള. ആ സമയത്ത് സജു അളിയനോട് ഞാൻ ഡൗട്ട് ചോദിച്ചു. അളിയാ, ഞൻ്റെത് 1 ടണ്ണിന് 29,500 ലോയിഡ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹംദയുടെ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഹംദ വന്നിട്ട് ബൈക്ക് ക്ലാസ് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, എന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഹംദ. അപ്പോൾ ഇതിൽ ഹംദ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വീട്ടിൽ ഷാർജ കൊണ്ടുവന്നത്. അങ്ങനെ ഷാർജയൊക്കെ കുടിച്ചിരുന്നപ്പോൾ കുഞ്ചു വന്നിട്ടുണ്ട്. കുഞ്ചുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുഞ്ചു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ചു എമിമിയിലേക്ക് പോവുകയാണ്. ത്രെഡ് ചെയ്യാനും പിന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം നാളെ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ എമിമിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. കൂടെ ഹംദയും പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ ചെന്നിരുന്നിട്ട് എനിക്ക് വീഡിയോ അയക്കുന്നതാണ് ഇത്. ആ സമയത്ത് നമ്മൾ അനസളി തന്നെ വീഡിയോ കോൾ വിളിച്ചു. അങ്ങനെ അളിയനോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ശരിക്കും അളിയനോട് സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നത് അളിയനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ചിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. എന്തരടേ ഫോളോ ചെയ്യടേ നമ്മളെയൊക്കെ.